Learn Easy Online Education. Hi, welcome to my new video. It's me, Harshita. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ യൂണിറ്റ് നമ്പർ 16 ആണ്, ഫ്രീഡം ആൻഡ് ലിബർട്ടി. അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്, ഫ്രീഡം ആൻഡ് ലിബർട്ടി. ഫ്രീഡത്തെ കുറിച്ചും ഫ്രീഡം ആൻഡ് ലിബർട്ടി. ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ലിബർട്ടി എന്ന് പറഞ്ഞാലും എന്താണ് സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ഒരു രണ്ട് വേർഡിന്റെ മീനിങ് സെയിം ആണ്. ഇതുകൊണ്ട് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, ഈ രണ്ട് വേർഡ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഭാഷാർത്ഥത്തിൽ ഈ രണ്ട് വേർഡ്സും എന്താണ്, സെയിം ആണ്. അപ്പൊ ഈ രണ്ട് വേർഡും തമ്മിൽ വേറെ എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ കുറിച്ചാണ്. അതുപോലെ ലിബർട്ടിയെ കുറിച്ചൊക്കെ കൂടുതലായിട്ട്, പലതരത്തിലുള്ള ലിബർട്ടിയെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഇതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ, ബെർലിൻസ് ആൻഡ് ദ റിപ്പബ്ലിഷൻ തിയറി, ദ വാല്യൂ ഓഫ് ഫ്രീഡം, ഫ്രീ സ്റ്റേറ്റ്സ് ആൻഡ് ഫ്രീ സിറ്റിസൺസ്, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്രീഡം ആൻഡ് ലിബർട്ടിയിൽ വരുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഫസ്റ്റ് 16.1 ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. Before talking about liberty, we need to know how it's different from liberalism and libertarianism. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ്, അതായത് ലിബർട്ടിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ്, അത് ലിബറലിസത്തിൽ നിന്നും ലിബർട്ടേറിയനിസത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടതെന്നാണ് പറയുന്നത്. ലിബറലിസം ഈസ് എ പൊളിറ്റിക്കൽ ഐഡിയ ദാറ്റ് സപ്പോർട്ട്സ് ഇൻഡിവിജ്വൽ ഫ്രീഡം. ഫേമസ് സിംഗേഴ്സ് ലൈക്ക് ലോക്ക്, മോണ്ടസ്ക്യൂ and John Rawls brought about it. Some liberals believe in equality while others do not. ലിബർട്ടി എന്നത് എന്താണ്, ലിബറലിസത്തിൽ നിന്നും ലിബർട്ടേറിയനിസത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ലിബർട്ടി എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, വ്യക്തി സ്വാതന്ത്ര്യം പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആയിട്ടുള്ള ആശയമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ലോക്ക്, മൊണ്ടസ്ക്യൂ, ജോൺ റോൾസ് തുടങ്ങിയ പ്രശസ്ത ചിന്തകർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ചില ലിബറലുകള് സമത്വത്തിൽ വിശ്വസിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നില്ല, അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. ലിബറലിസം എന്ന് പറയുന്നത് എന്താണ്, വ്യക്തി സ്വാതന്ത്ര്യത്തെ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ആശയമാണ് ലിബറലിസം. So some see democracy as important while others think it is separate or even harmful to liberty. Liberalism also supports private property, rule of law and freedoms like speech, religion and political participation. ചിലർ ജനാധിപത്യത്തെ പ്രധാനമായിട്ട് കാണുന്നു, മറ്റുള്ളവർ അത് വേറിട്ടതോ സ്വാതന്ത്ര്യത്തിന് ഹാനികരമോ ആണെന്ന് കരുതുന്നു. ലിബറലിസം സ്വകാര്യ സ്വത്ത്, നിയമവാഴ്ച, സംസാരം, മതം, രാഷ്ട്രീയം, പങ്കാളിത്തം തുടങ്ങിയ ഫ്രീഡംസിനെ പിന്തുണയ്ക്കുന്നു. ലിബറലിസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേതായിട്ടുള്ള ഏറ്റവും മൂല്യമേറിയ അവകാശങ്ങളായിട്ടുള്ള സ്വകാര്യ സ്വത്ത് കൈവശം വെക്കാനുള്ളതും, നിയമവാഴ്ചയിൽ പങ്കെടുക്കാനുള്ളതും, അതുപോലെ സംസാര സ്വാതന്ത്ര്യം, മതത്തിലുള്ള സ്വാതന്ത്ര്യം, രാഷ്ട്രീയത്തിലുള്ള പങ്കാളിത്തമായിട്ടുള്ള വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെയൊക്കെ, ഫ്രീഡത്തിനെയൊക്കെ, സ്വാതന്ത്ര്യത്തിനെയൊക്കെ പിന്തുണയ്ക്കുന്നതാണ് എന്ത്, ലിബറലിസം എന്ന് പറയുന്നത്. Libertarianism is a strict belief. It says that government should only handle defense, protect the individual's right, and enforce contracts. Libertarians do not want the government to interfere in other areas. ലിബർട്ടേറിയനിസം ഒരു കർശനമായിട്ടുള്ള വിശ്വാസമാണ്. പ്രതിരോധം, വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കൽ, കരാറുകൾ നടപ്പാക്കൽ എന്നിവ മാത്രമേ സർക്കാർ കൈകാര്യം ചെയ്യാവൂ എന്നതിൽ പറയുന്നു. സർക്കാർ മറ്റ് മേഖലകളിൽ ഇടപെടാൻ സ്വതന്ത്രവാദികൾ ആഗ്രഹിക്കുന്നില്ല. ലിബറലിസം എന്ന് പറഞ്ഞത് സർക്കാർ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര ആശയമാണ്. സർക്കാർ എല്ലാ ആശയങ്ങളും അനുവദിച്ചു തരണം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ അനുവദിച്ചു തരണം. ആ അനുവാദത്തിലൂടെ അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യമാണ് എന്ത്, ലിബറലിസം. പക്ഷെ ലിബർട്ടേറിയനിസം ഒരു കർക്കശമായിട്ടുള്ള ഒരു വിശ്വാസമാണെന്നാണ് പറയുന്നത്. പ്രതിരോധവും വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കലും കരാറുകൾ നടപ്പിലാക്കൽ എന്നിവ മാത്രമേ സർക്കാർ കൈകാര്യം ചെയ്യാവൂ എന്ന് അതിൽ പറയുന്നു. ബാക്കിയുള്ളതെല്ലാം ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം എന്നുള്ള ഒരു മാറ്റമാണ്, ഒരു ചിന്താഗതിയാണ് ഈ സ്വതന്ത്രവാദികൾ ആഗ്രഹിക്കുന്നത്, അതായത് ലിബർട്ടേറിയൻസ് പറയുന്നത്. ലിബർട്ടി ഈസ് നോട്ട് ജസ്റ്റ് എ പൊളിറ്റിക്കൽ ഐഡിയ,
It always has positive meaning. When we call something liberty, we are saying it good. Liberty and freedom are similar, but freedom is a simple idea. സ്വാതന്ത്ര്യം എന്നത് ഒരു രാഷ്ട്രീയ ആശയമാണ്. ലിബർട്ടി എന്നത് എന്തല്ല ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആശയം മാത്രമല്ല, അതിനെപ്പോഴും നല്ല അർത്ഥമുണ്ട്. നമ്മളൊരു കാര്യത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് നല്ലതാണെന്ന് നമ്മൾ പറയുന്നതിനെയാണ്. ഒരു കാര്യത്തെ നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യമുള്ള കാര്യമാണെന്ന് പറയുന്നത് എന്താണ്? അത് നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യവും അതായത് ലിബർട്ടിയും ഫ്രീഡമും എന്താണ്? സമാനമാണ്, തുല്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യം എന്നത്, ഫ്രീഡം എന്നത് ഒരു ലളിതമായിട്ടുള്ള ആശയമാണ്. പക്ഷെ ലിബർട്ടി എന്നത് എന്താണ്? ഒരു വൈഡ് ആയിട്ടുള്ള ആശയമാണെന്നാണ് പറയുന്നത്. John Stuart Mill in On Liberty says he is talking about political and social freedom, not free will. ജോൺ സ്റ്റുവർട്ട് മില്ലും ഓൺ ലിബർട്ടിയിൽ സംസാരിക്കുന്നത് രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. സ്വതന്ത്ര ഇച്ഛയെക്കുറിച്ച്, സ്വതന്ത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യത്തെ നിന്ന് മാറ്റിവെച്ച് രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ജോൺ സ്റ്റുവർട്ട് മില്ല് തന്റെ ഓൺ ലിബർട്ടിയിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം, അല്ലെങ്കിൽ ചാപ്റ്ററിലോട്ട് പോവാം. 16.2 ബെർലിൻസ് ആൻഡ് ദ റിപ്പബ്ലിക്കൽ തിയറി, ലിബർട്ടി ആൻഡ് ഫ്രീഡം. ബെർലിൻസ് ആൻഡ് റിപ്പബ്ലിക്കൽ തിയറിയെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഹെഡിങ് ലിബർട്ടി ആൻഡ് ഫ്രീഡം. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ലിബർട്ടി ആൻഡ് ഫ്രീഡം. ഫ്രീഡത്തെ കുറിച്ചും ലിബർട്ടിയെ കുറിച്ചാണ് അടുത്ത് നോക്കുന്നത്. ഇസായ് ബെർലിൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി. ഇസായ് ബെർലിൻ പറയുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇസായ് ബെർലിൻ ഇൻ ഹിസ് ഫേമസ് ലെക്ചർ ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എക്സ്പ്ലെയിൻസ് ടു ടൈപ്സ് ഓഫ് ലിബർട്ടി, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഇസായ് ബെർലിൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റ് ആണ്, ലിബർട്ടിയെ കുറിച്ചുള്ള രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റ് ആണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതെന്താ നോക്കാം. നെഗറ്റീവ് ലിബർട്ടി ആസ്ക്സ് വെർ ക്യാൻ എ പേഴ്സൺ ആക്ട് വിത്തൗട്ട് ഇന്റർഫിയറൻസ്. ഇറ്റ് മീൻസ് ഫ്രീഡം ഫ്രം ഒബ്സ്റ്റക്കിൾസ് ആൻഡ് കൺട്രോൾ ബൈ അതേഴ്സ്. നിഷേധാത്മക സ്വാതന്ത്ര്യം. നെഗറ്റീവ് ലിബർട്ടി ചോദിക്കുന്നത് ഒരു വ്യക്തിക്ക് ഇടപെടാതെ എവിടെ പ്രവർത്തിക്കും, ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ഇടപെടൽ കൂടാതെ എവിടെയാണ് പ്രവർത്തിക്കാനാകുന്നത്. തടസ്സങ്ങളിൽ നിന്നോ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്നോ ഉള്ള സ്വാതന്ത്ര്യം എന്നാണ് ഇതിന് അർത്ഥം. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള തടസ്സങ്ങളിൽ നിന്ന്, എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളിൽ നിന്നും നിയന്ത്രണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം എന്നാണ് ഇതിനർത്ഥം വരുന്നത്. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. അടുത്തത് പോസിറ്റീവ് ലിബർട്ടി ആസ്ക് ഹു ഓർ വാട്ട് കൺട്രോൾസ് ആൻഡ് പേഴ്സൺസ് ആക്ഷൻ. പോസിറ്റീവ് സ്വാതന്ത്ര്യം ചോദിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെന്നാണ്. നേരത്തെ പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തിക്ക് ഒരാളുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ എങ്ങനെയാണ് പ്രവർത്തിക്കാനാകുക എന്നതുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. എല്ലാ തടസ്സങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ള നിയന്ത്രണമാണ് നെഗറ്റീവ് ലിബർട്ടിയിൽ പറയുന്നത്. പോസിറ്റീവ് ലിബർട്ടിയിൽ പറയുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്വന്തം ജീവിതത്തിന്മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നാണ് ഇതിനർത്ഥം. പോസിറ്റീവ് ലിബർട്ടി പറയുന്നത് എന്താണ്? സ്വന്തം ജീവിതത്തിന്റെ മേൽ ഉള്ള നിയന്ത്രണം എന്നാണ് അർത്ഥം. നെഗറ്റീവ് ലിബർട്ടി എന്താണ്? തടസ്സങ്ങളിൽ നിന്നോ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്നോ ഉള്ള സ്വാതന്ത്ര്യം. പോസിറ്റീവ് ലിബർട്ടി സ്വന്തം ജീവിതത്തിന്റെ മേലുള്ള നിയന്ത്രണം എന്നാണ് പറയുന്നത്. നെഗറ്റീവ് ലിബർട്ടിയിൽ പറയുന്നത് തോമസ് ഹോബ്സ് ഡിഫൈൻ എ ഫ്രീ പേഴ്സൺ ആസ് സംവൺ ഹു ഇസ് നോട്ട് സ്റ്റോപ്പ്ഡ് ഫ്രം ഡൂയിങ് വാട്ട് ദേ വാണ്ട്. നെഗറ്റീവ് ലിബർട്ടി മീൻസ് no coercion meaning no one forces or blocks you ഫ്രം ആക്ടിങ്. തോമസ് ഹോബ്സ് ഒരു സ്വതന്ത്ര വ്യക്തിയെ നിർവചിച്ചത് അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നതിൽ നിന്ന് തടയപ്പെടാത്ത ഒരാളാണ്. നിഷേധാത്മക സ്വാതന്ത്ര്യം എന്നാൽ ബലപ്രയോഗം ഇല്ല. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാല് എന്താണ്? ബലപ്രയോഗമില്ലാതെ, അതായത് ആരും നിങ്ങളെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിർബന്ധിക്കുകയോ തടയുകയും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു ലിബർട്ടിയാണ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. ബെർലിൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് ലാക്ക് ഓഫ് എബിലിറ്റി ലൈക്ക് നോട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലൈ is not a lack of freedom. For example, a country may have freedom of the press, but if most people are illiterate, they can't use it. This doesn't mean they lack of freedom.
ഇറ്റ് മീൻസ് ദ ലാക്ക് ഓഫ് കണ്ടീഷൻസ് ടു യൂസ് ഇറ്റ്. കഴിവില്ലായ്മ എന്നത് ഇനിയിപ്പോൾ പറക്കാൻ കഴിയാത്തതുപോലെ അത് ഒരാൾക്ക് കഴിയാത്ത സാധനമാണ്. അപ്പോൾ അതുപോലെ കഴിവില്ലായ്മ എന്നത് സ്വാതന്ത്ര്യത്തിന്റെ അഭാവമല്ലെന്ന് ബെർലിൻ വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു രാജ്യത്തിന് മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം, എന്നാൽ മിക്ക ആളുകളും നിരക്ഷരരാണെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനർത്ഥം അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നല്ല, അതിനർത്ഥം അവർക്ക് അത് ഉപയോഗിക്കാനുള്ള സാഹചര്യമില്ല എന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞത്, ഒരു നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, മാധ്യമത്തിലൂടെ ഇടപഴകി എന്തിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എല്ലാവരും എന്താണ്, നിരക്ഷരരാണ്, ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ അതെന്തല്ല, നിങ്ങളുടെ ഫ്രീഡത്തിനെ എതിർക്കുന്നതല്ല, അത് നിങ്ങളുടെ കഴിവില്ലായ്മയാണ് എന്നാണ് പറയുന്നത്. Berlin also says that values like justice and security sometimes limit liberty. In real life, we must balance these values when they conflict. നീതിയും സുരക്ഷയും പോലുള്ള മൂല്യങ്ങൾ ചിലപ്പോൾ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുമെന്നും ബെർലിൻ പറയുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ പരസ്പര വിരുദ്ധമാകുമ്പോൾ നാം അവയെ സന്തുലിതമാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നീതിയും സുരക്ഷയും പോലുള്ള മൂല്യങ്ങൾ ചിലപ്പോൾ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തും. ബെർലിൻ പറയും, യഥാർത്ഥ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ പരസ്പര വിരുദ്ധമാക്കുമ്പോൾ നീതിയും സുരക്ഷ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഒരാളുടെ നീതിയും ഒരാളുടെ സുരക്ഷയും ഹനിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. അത് എന്തായിരിക്കില്ല, ഒരു യഥാർത്ഥ ഫ്രീഡം അല്ല എന്നാണ് പറയുന്നത്. ഒരു പരസ്പര വിരുദ്ധ ആശയമല്ല, ഇത് പരസ്പരം ചേർന്നു പോകേണ്ട ഒരു ആശയമാണ് ഈ നീതിയും സുരക്ഷയും ജസ്റ്റിസും സെക്യൂരിറ്റിയും എന്ന് പറയുന്നത്. സോ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ആര്, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തി അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് പോസിറ്റീവ് ലിബർട്ടിയെ കുറിച്ചാണ്. പോസിറ്റീവ് ലിബർട്ടി ഈസ് സെൽഫ് കൺട്രോൾ, ചൂസിങ് ദ റൈറ്റ് ആക്ഷൻ ബേസ്ഡ് ഓൺ റീസൺ. തിങ്കേഴ്സ് ലൈക്ക് ലോക്ക്, റൂസോ, കാന്റ് ആൻഡ് ഹെഗൽ എക്സ്പ്ലോർ ദിസ് ഐഡിയ. പോസിറ്റീവ് ലിബർട്ടി നമ്മൾ എന്താന്ന് നോക്കി, സ്വയം വ്യക്തിത്വം അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ മേലുള്ള സ്വാതന്ത്ര്യമാണ് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിലെന്താന്ന് പറയുന്ന നോക്കാം. പോസിറ്റീവ് സ്വാതന്ത്ര്യം ആത്മനിയന്ത്രണത്തെ കുറിച്ചാണ്. നിയന്ത്രണത്തെ കുറിച്ചാണ്. യുക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് ശരിയായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ലോക്ക്, റൂസോ, കാന്ത്, ഹെഗൽ തുടങ്ങിയ ചിന്തകർ ഈ ഒരു ആശയം പരിവേഷണം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, അവർ പരിവേഷണം ചെയ്യുന്ന ആശയങ്ങളിൽ പോയിന്റുകളായിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ ഫസ്റ്റ് സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. ഈ പോസിറ്റീവ് ലിബർട്ടിയിലുള്ള പോയിന്റ്സുകളാണ് കേട്ടോ അത്. പോസിറ്റീവ് ലിബർട്ടി ഫ്രീഡംസ് മീൻസ് ചൂസിങ് വൈസ്ലി ഈവൻ ഇഫ് ഇറ്റ് ഗോസ് അഗേൻസ്റ്റ് ഡിസയർ. ഹെഗൽ സെഡ് ദ ബെസ്റ്റ് വേൾഡ് ഈസ് വെൻ വാട്ട് വി വൺ മാച്ചസ് വാട്ട് വി നോ ഇസ് റൈറ്റ്. ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ പോലും ജ്ഞാനപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നിങ്ങളൊരു തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജ്ഞാനപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതിന്റെ ശരിയായിട്ടുള്ള ഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടതെന്ന് ശരിയാണെന്ന് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുമ്പോഴാണ് ഏറ്റവും നല്ല ലോകം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ഹെഗൽ പറഞ്ഞു. നമുക്ക് വേണ്ടത് ശരിയാണെന്ന് അറിയാവുന്ന, നമുക്ക് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല ലോകം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് ഹെഗൽ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പാറ്റേണലിസം. Sometimes people don't know what is best for them. Like a parent forcing a child to take medicine, society might need to guide people for their own good. ചിലപ്പോൾ ആളുകൾക്ക് അവർക്ക് ഏറ്റവും മികച്ച എന്താണെന്ന് അറിയില്ല. ഒരു രക്ഷിതാവ് മരുന്ന് കഴിക്കാൻ ഒരു കുട്ടിയെ നിർബന്ധിക്കുന്ന പോലെ ആ കുട്ടിക്ക് അറിയില്ല എന്താണ് റൈറ്റ് ആയിട്ടുള്ളത്. സോ രക്ഷിതാവ് അവരെ നിർബന്ധിക്കുന്നു. സമൂഹം അവരുടെ സ്വന്തം നന്മയ്ക്കായിട്ട് ആളുകളെ നയിക്കേണ്ടതായിട്ട് ചില സമയത്ത് വന്നേക്കാം. അതായത് സമൂഹത്തിന് നല്ലതിന് വേണ്ടിയിട്ട് അറിയാത്ത ഒരാൾക്ക്, ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നന്മയിലോട്ട് മറ്റുള്ളവർക്ക് നന്മയിലേക്ക് നയിക്കേണ്ടി വന്നേക്കാം എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് പോസിറ്റീവ് ലിബർട്ടിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. തേർഡ് പോയിന്റ് സോഷ്യൽ സെൽഫ് കൺട്രോൾ. പീപ്പിൾ may support rules that limit their actions for long-term benefit. For example, laws against a harmful habit to help people stay disciplined. ദീർഘകാല നേട്ടത്തിനായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്ന നിയമങ്ങൾ ആളുകൾ പിന്തുണച്ചേക്കാം. ഉദാഹരണത്തിന്, ഹാനികരമായ ശീലങ്ങൾക്കെതിരായ നിയമങ്ങൾ അച്ചടക്കം പാലിക്കാൻ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിയമ നിർമ്മാണം എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളുടെ ഭാവിയിലേക്കുള്ള ഇപ്പൊ പിടിക്കുന്ന കടുംപിടുത്തങ്ങൾ ഭാവിയിലേക്കുള്ള അയാളുടെ നന്മയിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് സ്റ്റേറ്റ് സെർവിറ്റ്യൂഡ്. If people fail to control themselves, the state may step in to ensure their well-being.
The idea is that forced control can sometimes lead to real freedom. Berlin's work showed that freedom is complex and different ideas of liberty may clash in real life. ആളുകൾ സ്വയം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഭരണകൂടം രംഗത്തിറങ്ങിയേക്കാം. നിർബന്ധിത നിയന്ത്രണം ചിലപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചേക്കാം എന്നതാണ് ആശയം. സ്വാതന്ത്ര്യം സങ്കീർണമാണെന്നും സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യസ്ത ആശയങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഏറ്റുമുട്ടാമെന്നും ബെർലിൻ കൃതി കാണിക്കുന്നു. സ്വാതന്ത്ര്യം എന്നത് ഇഷ്ടമുള്ളതെല്ലാം അങ്ങോട്ട് ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം എന്നാണ് ഇവിടെ പറയുന്നത്. സമൂഹത്തിന്റെ നന്മയും നീതിയും സുരക്ഷയും ചുറ്റുള്ളവരുടെ കാര്യങ്ങളും എന്താണോ നല്ലത് അതിൽ നിന്ന് നല്ലതും ചീത്തയും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പെരുമാറ്റമാണ്, ആ ഒരു പ്രവർത്തന മാർഗമാണ് എന്ത് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ, വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭരണകൂടം അതിൽ ഇടപെടും. ഇപ്പോ പോലീസ് കേസെടുക്കുന്നു, ജയിലിൽ കൊണ്ടുപോയിടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ ഇപ്പോ ഡി അഡിക്ഷൻ സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സമൂഹം, നമ്മുടെ വീട്ടുകാരും നമ്മുടെ കൊണ്ടുപോയി ചേർത്ത് നമ്മളെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ എന്താണ് നല്ലത്, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇഷ്ടമുള്ള എന്തും ചെയ്യുക എന്നുള്ളതല്ല സ്വാതന്ത്ര്യം എന്നാണ് ഈ ഒരു പോസിറ്റീവ് ലിബർട്ടിയിൽ നമുക്കിവിടെ പറയുന്നത് കേട്ടോ. സോ അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 16.3 ദ വാല്യൂ ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിന്റെ വാല്യൂയെ കുറിച്ചാണ് പറയുന്നത്. മാക്സിസ് ഐഡിയാസ് ഓൺ ഫ്രീഡം. Marx believed true freedom is not just doing what we want, but controlling our actions with reasons. He agreed with Hegel, who said freedom is not about following random desires. For example, if an animal fights instead of running away, it's not making a free choice, it's acting on ഇൻസ്റ്റിക്റ്റ്. മാർക്സ് വിശ്വസിച്ചത് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് മാത്രമല്ല, എന്താണ്, മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ യുക്തിസഹമായിട്ട് നിയന്ത്രിക്കുക കൂടി ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ യാദൃശികമായിട്ട് ആഗ്രഹങ്ങളെ പിന്തുടരലല്ല സ്വാതന്ത്ര്യം എന്ന ഹെഗലിനോട് അദ്ദേഹം യോജിച്ചു. ഉദാഹരണത്തിന്, ഒരു മൃഗം ഓടിപ്പോകുന്നതിന് പകരം യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല, അത് സഹജവാസത്തിൽ പ്രവർത്തിക്കുന്നു, അത് സഹജവാസനയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു മൃഗം ഓടിപ്പോകുന്നതിന് പകരം യുദ്ധം ചെയ്യുന്നുവെങ്കിൽ, ഇപ്പൊ ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കണ്ടുമുട്ടി എന്ന് വിചാരിക്കുക, അത് ഓടിപ്പോകുന്നതിന് പകരം യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അത് സ്വതന്ത്രമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ബുദ്ധിയില്ലാത്തവരാണ് മൃഗങ്ങൾ. അവർ സ്വതന്ത്രമായിട്ടുള്ള ഒരു മൃഗങ്ങളെ പോലെ ഒരിക്കലും മനുഷ്യനാകരുത് എന്നാണ് പറയുന്നത്. മൃഗങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഫൈറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അതുപോലെ ആകരുത് മനുഷ്യൻ. അവൻ സ്വതന്ത്രനായി ചിന്തിച്ച് അവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകാതെ പിന്തിരിയുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാതെ അതിനൊരു പരിഹാര മാർഗങ്ങൾ കാണുകയാണ് ചെയ്യേണ്ടത്. അതാണ് സ്വാതന്ത്ര്യം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതെന്താണ്, സഹജവാസനയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അത് മനസ്സ് സഹജമായ അത് രീതിയിൽ പെരുമാറണം. മൃഗസഹജമായ രീതിയിൽ പെരുമാറാതെ മനുഷ്യ സഹജമായ രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് എന്നാണ് പറയുന്നത്. ഫോർ മാക്സ്, ഫ്രീഡം റിക്വയർസ് ചേഞ്ചിങ് സൊസൈറ്റി ഈസ് എ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം. പീപ്പിൾ വുഡ് നോട്ട് ബി ഡിവൈഡഡ് ബൈ ക്ലാസ് ഓർ ഫോഴ്സ്ഡ് ഇൻ ടു അൺഫെയർ വർക്ക്. ദിസ് വുഡ് അലോ ട്രൂ ഫ്രീഡം. മാക്സിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് സമൂഹത്തെ മാറ്റേണ്ടതുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തിൽ ആളുകളെ വർഗമായിട്ട് വിഭജിക്കുകയോ അന്യായമായ ജോലിക്ക് നിർബന്ധിക്കുകയോ ചെയ്യില്ല. ഇത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാർക്സിസ്റ്റ് സമൂഹത്തിന് എല്ലാവർക്കും അതിൻ്റെതായ ഫ്രീഡം ഉണ്ടാകും. ഒരു തൊഴിലാളിയെ ജോലിക്ക് നിർബന്ധിക്കുകയോ ചെയ്യില്ല. അത് യഥാർത്ഥ സ്വാതന്ത്ര്യം. ജോലിക്ക് നിർബന്ധിക്കുകയോ അന്യായമായിട്ടുള്ള ജോലിക്ക് നിർബന്ധിക്കുകയോ വർഗമായിട്ട് വിഭജിക്കുകയോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തിൽ അങ്ങനെ ചെയ്യില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് മാക്സ് വേഴ്സസ് ഡർക്കെയിം ആണ് പറയുന്നത്. Both Marx and Durkheim believed that society shapes people, but they had different ideas. Durkheim, every person had selfish and moral sides. Society can influence them, but cannot erase selfishness. സമൂഹം ആളുകളെ രൂപപ്പെടുത്തുന്നുവെന്ന് മാക്സും ഡർക്കെയിം വിശ്വസിച്ചു. എന്നാൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഡർക്കെയിം ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യവും ധാർമ്മികവുമായിട്ടുള്ള വശങ്ങളുണ്ടെന്ന് പറഞ്ഞു. സമൂഹത്തിൽ അവരെ സ്വാധീനിക്കാൻ കഴിയും, പക്ഷെ സ്വാർത്ഥത ഇല്ലാതാക്കാൻ കഴിയില്ല. സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാവരെയും
സ്വാധീനിക്കാൻ കഴിയും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ സ്വാർത്ഥതയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത്. തൻ്റെതാണ്, താൻ ജയിക്കണം, താനാണ് ഏറ്റവും മുന്നിൽ, താൻ നല്ലപോലെ ജീവിക്കണം എന്നുള്ള തൻ്റെതായിട്ടുള്ള സ്വാർത്ഥതകളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. അത് അവനവന് തന്നെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മാക്സ് പറയുന്നത് പീപ്പിൾ ആർ നോട്ട് നാച്ചുറലി സെൽഫിഷ്. The struggle in capitalist societies come from work being unfairly divided. They both agreed that as society grows, selfishness can become a problem. മാക്സ് പറയുന്നത് ആളുകൾ സ്വാഭാവികമായിട്ടും സ്വാർത്ഥരല്ല. തൊഴിലിനെ അന്യായമായിട്ട് വിഭജിക്കുന്നതിൽ നിന്നാണ് മുതലാളിത്ത സമൂഹങ്ങളിൽ സമരങ്ങൾ ഉണ്ടാകുന്നത്. സമൂഹം വളരുമ്പോൾ സ്വാർത്ഥത ഒരു പ്രശ്നമായിട്ട് മാറുമെന്ന് ഇരുവരും സമ്മതിക്കുകയും ചെയ്തു. മുതലാളിത്ത സമൂഹങ്ങളിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊഴിലിനെ അന്യായമായിട്ട് വിഭജിക്കുക എന്നതാണ്. ആ ഒരു വിഭജനം തൻ്റെ ആഗ്രഹങ്ങൾ മുറുകെ പിടിക്കാനും തൻ്റെ സ്വാർത്ഥ ചിന്തകൾ മുറുകെ പിടിക്കാനുമാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ആദ്യം മുതൽ ആരും സ്വാർത്ഥരായിട്ട് വരുന്നതല്ല. ഈ ക്യാപിറ്റലിസത്തിന്റെ ഈ ഒരു മാതൃകയിലൂടെ, ഈ തൊഴിൽ വിഭജനം എന്ന മാതൃകയിലൂടെ പിന്നീട് എല്ലാവരും സ്വാർത്ഥരായിട്ട് വരികയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഹെഡിങ് വൈ ഫ്രീഡം മാറ്റേഴ്സ് എന്നതാണ് കേട്ടോ. വൈ ഫ്രീഡം മാറ്റേഴ്സ്. ഫ്രീഡം ഈസ് വാല്യൂ. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം പ്രധാനമാകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഫ്രീഡം ഈസ് വാല്യബിൾ ഓൺലി ഇഫ് വാട്ട് വി വാണ്ട് ഈസ് വാല്യബിൾ. ഫോർ എക്സാമ്പിൾ, ഫ്രീഡം ഓഫ് thought is important because thinking is valuable. Joseph Raz said freedom is important because it helps people make their own choices. നമ്മൾ ആഗ്രഹിക്കുന്നത് വിലപ്പെട്ടതാണെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിന് വിലയുള്ളൂ. ഉദാഹരണത്തിന് ചിന്തയുടെ സ്വാതന്ത്ര്യം പ്രധാനമാണ്, കാരണം ചിന്ത എന്താണ്, വിലപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം പ്രധാനമാണെന്ന് ജോസഫ് റാസ് പറഞ്ഞു, കാരണം അത് സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിന്റെ ടൈപ്പുകളാണ്. ഫസ്റ്റ് വൺ, ഫ്രീഡം ഓഫ് ആക്ഷൻ. വി ആക്ട് ഫ്രീലി വെൻ വി യൂസ് റീസൺ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഫോളോയിങ് ഡിസയേഴ്സ്. തിങ്കേഴ്സ് ലൈക്ക് ലോക്ക്, റൂസോ, കാണ്ട് ആൻഡ് ഹെഗൽ ബിലീവ്ഡ് ട്രൂ ഫ്രീഡം മീൻസ് മേക്കിംഗ് റേഷണൽ ചോയ്സസ് ഈവൻ വാട്ട് ദേ ഗോ അഗെയിൻസ്റ്റ് വാട്ട് വി വാണ്ട് ഇൻ ദ മൊമെന്റ്. ആഗ്രഹങ്ങളെ പിന്തുടരുന്നതിന് പകരം യുക്തി ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ലോക്ക്, റൂസോ, കാന്ത്, ഹെഗൽ തുടങ്ങിയ ചിന്തകർ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് പറഞ്ഞത്. ആഗ്രഹങ്ങൾ പിന്തുടരുന്നതിന് പകരം യുക്തി ഉപയോഗിക്കുമ്പോഴാണ് സ്വതന്ത്രമായിട്ട് ഒരാൾ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. യുക്തിസഹമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവർ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനെതിരെ പോകുമ്പോൾ പോലും ഒരാൾ താൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അപ്പൊ നമ്മൾ അതിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന്റെ നന്മയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ആഗ്രഹത്തിനെതിരാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിനെതിരെ തിരഞ്ഞെടുത്താൽ പോലും ഒരു സ്വതന്ത്രവാനായിട്ടുള്ളൊരു വ്യക്തി അവന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന്റെ നന്മയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഓട്ടോണമി, സെൽഫ് റൂള്. Freedom help us get what we want, but if we are not free, we either can't get this or must pay of high price like a punishment. The more important something is, the more important the freedom to get it. നാം ആഗ്രഹിക്കുന്നത് നേടാൻ സ്വാതന്ത്ര്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ സ്വതന്ത്രരല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അത് ലഭിക്കില്ല, അല്ലെങ്കിൽ ഉയർന്ന വില നൽകേണ്ടി വരും. ശിക്ഷ പോലെ ഒരു കാര്യം എത്രത്തോളം പ്രധാനമാണ്, അത് നേടാനുള്ള സ്വാതന്ത്ര്യവും കൂടുതൽ പ്രധാനമാണ്. ഒരു കാര്യത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല എങ്കിൽ, അതിൽ നിങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ, നിങ്ങൾ അത് പ്രവർത്തിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്നത്. ശിക്ഷ പോലെ ഗവൺമെന്റ് നിങ്ങളെ ശിക്ഷിക്കാം. നെഗറ്റീവായിട്ടുള്ള നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് നിങ്ങളെ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത തേർഡ് പോയിന്റ്, മോറൽ ഫ്രീഡം. റൂസോ believed freedom comes from controlling desires. Kant said we act freely when we follow reason. Laws that help people do the right thing do not take away freedom. They support it, but this idea is risky. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്നാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നും റൂസോ വിശ്വസിച്ചു. എല്ലാവരും ഇതന്നെയാണ് കേട്ടോ പറയുന്നത്. യുക്തിയെ പിന്തുടരുമ്പോൾ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് കാന്ത് പറഞ്ഞു. യുക്തിയെ പിന്തുടരുമ്പോഴാണ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ യുക്തിയെ ശരിയായിട്ടുള്ള നിങ്ങളുടെ യുക്തി പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും. യുക്തിബോധമുള്ള ഒരു മനുഷ്യൻ യുക്തിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും. അതിനെ ഫോളോ ചെയ്യുമ്പോഴാണ് ഒരാള് യഥാർത്ഥത്തിൽ സ്വതന്ത്രവാനാകുന്നതെന്നാണ് പറയുന്നത്. ഈ സ്വാതന്ത്ര്യത്തെ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കുന്ന നിയമങ്ങൾ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യുന്നു,
കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ സഹായിക്കുന്ന നിയമങ്ങൾ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. അവർ അതിനെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഈ ആശയം എന്താണ്? അപകടകരമാണ്. ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു നിയമങ്ങൾ, ആളുകളെ ചെയ്യാൻ സഹായിക്കുന്ന നിയമങ്ങൾ അപകടകരമാകുന്നു എന്നതാണ്. കാരണം അത് യുക്തിബോധമില്ലാത്തൊരു ജനതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതൊരു നിയമം കൊണ്ടുവരാതെ തന്നെ ഒരാൾ യുക്തി അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റിസ്ക് 1, അതർ മൈറ്റ് ഫോഴ്സ് പീപ്പിൾ ടു ഫോളോ റൂൾസ് ദേ ഡോണ്ട് അഗ്രി വിത്ത്. ഫസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കാത്ത നിയമങ്ങൾ പാലിക്കാൻ ആളുകളെ നിയന്ത്രിച്ചേക്കാം. ഒരു കൂട്ടം ആളുകൾ അംഗീകരിക്കാത്ത നിയമങ്ങൾ, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ അതിനെ നിർബന്ധിച്ചേക്കാം എന്നാണ് പറയുന്നത്. റിസ്ക് 2 പറയുന്നത് റിസ്ക് 2, ഡെമോക്രാറ്റിക് മെജോറിറ്റീസ് മൈറ്റ് മേക്ക് ബാഡ് ലോസ് പണിഷിംഗ് ഇന്നസെന്റ് പീപ്പിൾ. ദിസ് കുഡ് ലീഡ് ടു ഒപ്രഷൻ. അപകട സാധ്യത. ജനാധിപത്യ ഭൂരിപക്ഷങ്ങൾ നിരപരാധികളെ ശിക്ഷിക്കുന്ന മോശ നിയമങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇത് അടിച്ചമർത്തലേക്ക് നയിച്ചേക്കാം. നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്തെങ്കിലും ആ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള പേരിൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. ഒരു നിരപരാധി പോലും അതിൽ ശിക്ഷിക്കപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാളും തെറ്റ് ചെയ്യാതെ അങ്ങനെ ഒരു നിയമം, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള അങ്ങനെ ഒരു നീതിപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവരാതെ നിങ്ങൾ നിങ്ങളുടെ യുക്തിപൂർവമായിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരാളെ കൊന്നു എന്ന് വെക്കുക, നിങ്ങൾ ഒരാളെ കൊന്നു, അപ്പൊ അങ്ങനെ ഒരു നിയമം വന്നു, ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷം തടവ് എന്നുള്ള ഒരു നിയമം വന്നു. പക്ഷെ പിന്നീട് ഒരു കാലത്ത് ഒരു നിരപരാധി താൻ തെറ്റ് ചെയ്യാതെ തെറ്റിൽ അർഹിച്ചു പോയ അല്ലെങ്കിൽ തന്റെ തലയിലായ കേസുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തിക്ക് ആ ഒരു ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥ വരികയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം ആ കുറ്റകൃത്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നിയമം വരികയില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു നിരപരാധി ഇവിടെ പെട്ടുപോകുകയുമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് എന്ത് ഈ അടിച്ചമർത്തലിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറയുന്നത്. അടുത്ത 4th പോയിന്റ് പറയാൻ ടോളറേഷൻ ആണ്. അലോവിങ് ഡിഫറൻസസ്. ടോളറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലിബറലിസം ബട്ട് ഹാർഡ് ടു പ്രാക്ടീസ്. പീപ്പിൾ ഹാവ് എ സ്ട്രോങ് മോറൽ ഡിഫറൻസസ്. ടോളറേഷൻ മീൻസ് അലോവിങ് ആക്ഷൻസ് വി തിങ്ക് ആർ wrong. ലിബറലിസത്തിൽ സഹിഷ്ണുത പ്രധാനമാണ്, എന്നാൽ പ്രായോഗികമാക്കാൻ എന്താണ് പ്രയാസമാണെന്നാണ് പറയുന്നത്. ആളുകൾക്ക് ശക്തമായ ധാർമ്മിക വ്യത്യാസങ്ങളുണ്ട്. സഹിഷ്ണുത എന്നാൽ തെറ്റാണെന്ന് നമ്മൾ കരുതുന്ന പ്രവൃത്തികൾ അനുവദിക്കുക എന്നതാണ്. സഹിഷ്ണുത എന്നാൽ എന്താണ്? ടോളറേഷൻ എന്നാൽ എന്താണ്? തെറ്റാണെന്ന് നമ്മൾ കരുതുന്ന പ്രവൃത്തികൾ എന്ത് ചെയ്യുക? തെറ്റാണെന്ന് അനുവദിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ പോയി പ്രശ്നം ഉണ്ടാക്കാതെ ടോളറേഷൻ, സഹിഷ്ണുത എന്നാൽ നമ്മൾ കരുതി പ്രവർത്തി അവരെ അനുവദിക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കൺട്രി ഹാസ് റിലീജിയസ് ലോ, ഷുഡ് ദ ഗവൺമെന്റ് പണിഷ് പീപ്പിൾ ഹു ഡോണ്ട് ഫോളോ ദം? സം സേ മൊറാലിറ്റി ഈസ് യൂണിവേഴ്സൽ വൈൽ അതേഴ്സ് സേ ഇറ്റ്സ് കം ഫ്രം റിലീജിയൻ. ഉദാഹരണത്തിന് ഒരു രാജ്യത്ത് മതനിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിക്കാത്ത ആളുകളെ സർക്കാർ ശിക്ഷിക്കേണ്ടെന്നുണ്ടോ? ചിലർ ധാർമ്മികത സാർവത്രികമാണെന്ന് പറയുന്നു, മറ്റുള്ളവർ അത് മതത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. ധാർമ്മികത എന്നത്, മൊറാലിറ്റി എന്നത് മതത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ചിലർ പറയുന്നു. ചിലവർ എന്താണ് അത് സാർവത്രികമാണെന്ന് പറയുന്നു. ഒരു രാജ്യത്തൊരു നിയമമുണ്ട്, ഒരു മതപരമായിട്ടുള്ള നിയമമുണ്ട്, പക്ഷെ അത് അവിടെ മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ അത് ചെയ്യണമെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആവശ്യമില്ല. അപ്പൊ ഡിഫറൻസ് ആണ്. ടോളറേഷൻ അവിടെ ആവശ്യമാണ്. നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവരെയും നിങ്ങളും ജീവിക്കുക, നിങ്ങൾ മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഉദാഹരണത്തിന് ലിബറലിസം ആർഗ്യൂസ് ദാറ്റ് ഡിഫറെന്റ് വ്യൂസ് ഷുഡ് ബി അലൗഡ് ടു എക്സിസ്റ്റ് ടുഗദർ. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഒരുമിച്ച് നിലനിൽക്കാൻ അനുവദിക്കണമെന്ന് ലിബറലിസം വാദിക്കുന്നുണ്ട്. ലിബറലിസത്തിൽ എന്താ പറയുന്നത്? വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരുണ്ട്, അവർ വ്യത്യസ്ത രീതിയിൽ തന്നെ ജീവിക്കാൻ നിങ്ങൾ നിലനിൽക്കുക. അവർ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് മോശമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവരെ എതിർക്കണം? അവരുടെ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഹെഡിങ് 16.4 ഫ്രീ സ്റ്റേറ്റ്സ് ആൻഡ് ഫ്രീ സിറ്റിസൺസ്. സ്വതന്ത്രരായിട്ടുള്ള സംസ്ഥാനങ്ങളും സ്വതന്ത്രരായിട്ടുള്ള പൗരന്മാരും. ഫ്രീ സ്റ്റേറ്റ്സ് ആൻഡ് ഫ്രീ സിറ്റിസൺസ്. റൂസോ believed that in nature people are free because they can resist desires and are not controlled by others, but in society we lose the natural freedom. However, we can regain some freedom in 3 ways:
മോറൽ ഫ്രീഡം, ഡെമോക്രാറ്റിക് ഫ്രീഡം ആൻഡ് സിവിൽ ഫ്രീഡം. പ്രകൃതിയിൽ ആളുകൾ സ്വതന്ത്രരാണെന്ന് റൂസോ വിശ്വസിച്ചു. പ്രകൃതിയിൽ ആളുകൾ എല്ലാവരും എന്താണ്, സ്വതന്ത്രരാണെന്ന് റൂസോ വിശ്വസിച്ചു. കാരണം അവർക്ക് ആഗ്രഹങ്ങളെ ചെറുക്കാൻ കഴിയും, മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടത്തില്ല. എന്നാൽ സമൂഹത്തിൽ നമുക്ക് ഈ സ്വാഭാവിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് 3 തരത്തിൽ കുറച്ച് സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ, സമൂഹത്തിലെ നമുക്ക് 3 തരത്തിൽ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ധാർമ്മിക സ്വാതന്ത്ര്യം, ജനാധിപത്യ സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം. മോറൽ ഫ്രീഡം, ഡെമോക്രാറ്റിക് ഫ്രീഡം ആൻഡ് സിവിൽ ഫ്രീഡം. ഡെമോക്രാറ്റിക് ഫ്രീഡം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇൻ എ ഡെമോക്രസി പീപ്പിൾ ഹെൽപ്പ് മേക്ക് ദ law that govern them. Can't believe it. True freedom means following laws we choose for ourselves. Democracy is similar. It allows people to live under laws they help create. ജനാധിപത്യത്തിൽ അവരെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ ആളുകൾ സഹായിക്കുന്നുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാൽ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന നിയമങ്ങൾ പിന്തുടരുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. കാന്റ് വിശ്വസിച്ചിരുന്നത് ജനാധിപത്യം സമാനമാണ്. അവർ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കാൻ അവർ ആളുകളെ അനുവദിക്കുന്നു. ജനാധിപത്യം എന്നതാണ് അവർ ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ജനാധിപത്യത്തിൽ നിയമങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിക്കുന്ന നിയമങ്ങൾക്ക് കീഴിൽ ജനങ്ങളെ ജീവിക്കാൻ അവർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. But democracy can also threaten freedom. J.S. Mill warned that the majority can limit individuals' rights. Berlin argued that democracy and liberty are different. Majority rule can reduce personal freedom. എന്നാൽ ജനാധിപത്യത്തിന് സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്താനും കഴിയും. സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്താനും ജനാധിപത്യത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. ജെ.എസ്. ഭൂരിപക്ഷത്തിന് വ്യക്തിഗത അവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ കഴിയുമെന്ന് മിൽസ് മുന്നറിയിപ്പ് നൽകി. വ്യക്തിഗത അവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ ആർക്ക് കഴിയും? ജനാധിപത്യത്തിന് കഴിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനാധിപത്യവും സ്വാതന്ത്ര്യവും വ്യത്യസ്തമാണെന്ന് ബെർലിൻ വാദിച്ചു. ഭൂരിപക്ഷ ഭരണത്തിന് വ്യക്തി സ്വാതന്ത്ര്യം കുറയ്ക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഭൂരിപക്ഷമുള്ള ഭരണത്തിന് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തിയുടെ സ്വാതന്ത്ര്യം പോലും കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ജനാധിപത്യത്തിൽ കയറി നിൽക്കുന്ന ഒരു ഭൂരിപക്ഷമുള്ള ഭരണ പാർട്ടിക്ക് വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാൻ ഉള്ള നിയമങ്ങൾ പോലും എന്ത് ചെയ്യാൻ പറ്റും? രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. However, democracy is valuable because it gives people a voice, even if it has risks. No other system allows citizens to actively participate in shaping their society. Example, in a democracy, if people don't like a law, they can vote for leaders who promise to ചേഞ്ച്. എന്നിരുന്നാൽ പോലും ജനാധിപത്യം വിലപ്പെട്ടതാണ്. കാരണം അത് ജനങ്ങൾക്ക് ശബ്ദം നൽകുന്നുണ്ട്. അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും മറ്റൊരു സംവിധാനവും തങ്ങളുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്നില്ല. ഉദാഹരണം, ഒരു ജനാധിപത്യത്തിൽ ഒരു നിയമം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന നേതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ ജനാധിപത്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷക്കാരോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ വാങ്ങിത്തരും എന്നുള്ള ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിഭാഗത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കഴിയുന്നത്. ഒരു ലോങ് ടേം പ്രോസസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ പറയാനും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിത്തം കൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം എന്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് ഫ്രീഡത്തിൽ നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് സിവിൽ ലിബർട്ടിയാണ്. പീപ്പിൾ ഹു വാല്യൂ ഫ്രീഡം ഷുഡ് അവോയ്ഡ് unnecessary interference in others' lives. If we believe in democracy, we should respect personal choices. സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. സോ നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. നാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ എന്ത് ചെയ്യും വേണം? മാനിക്കുകയും വേണം. ജനാധിപത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനിക്കണം. നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ആശയങ്ങൾ രേഖപ്പെടുത്തണം. അത് ഈ രാജ്യത്തിന്റെ കൂടി ആവശ്യമാണെന്നാണ് പറയുന്നത്.
But freedom is not unlimited, just as we sometimes need rules to stop ourselves freedom making bad choices. Society also needs institutions to prevent dangerous decisions. The challenge is balancing personal freedom with the need for order and rational decision making. എന്നാൽ സ്വാതന്ത്ര്യം പരിധിയില്ലാത്തതല്ല. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ ചില സമയങ്ങളിൽ നമുക്ക് നിയമങ്ങൾ എന്താണ് ആവശ്യമാണ്. ആവശ്യമായിട്ട് വരുന്നത് പോലെ അപകടകരമായിട്ടുള്ള തീരുമാനങ്ങൾ തടയാൻ സമൂഹത്തിനും സ്ഥാപനങ്ങൾ എന്താണ് ആവശ്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ക്രമപ്പെടുത്തലിന്റെയും യുക്തിസഹമായിട്ടുള്ള തീരുമാനമെടുക്കലിന്റെയും ആവശ്യകതയുമായിട്ട് സന്തുലിതമാക്കുക എന്നതാണ് വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ക്രമപ്പെടുത്തുകയും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം. വ്യക്തി സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അവിടെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു യുക്തിസഹമായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുകയും വേണം എന്നാണ് പറയുന്നത്. ഈ ഒരു ആവശ്യമാണ് അത് സന്തുലിതമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് പറയുന്നത്. ഇഷ്ടമുള്ളത് ചെയ്യുക എന്നതല്ല. നിങ്ങൾ തെറ്റായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെതിരായിട്ട് അത് നിങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് നിങ്ങൾ പ്രഷർ യൂസ് ചെയ്യേണ്ടി വരും. അതെന്താണ് നിങ്ങളുടെ ക്രമപ്പെടുത്താനും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് someone wants to follow the different religion or wear unusual clothes, others should respect their choices. ആരെങ്കിലും മറ്റൊരു മതം പിന്തുടരാനോ അസാധാരണമായ വസ്ത്രം ധരിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ തിരഞ്ഞെടുപ്പിനെ മാനിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്വാതന്ത്ര്യം, നിങ്ങളൊരു തെറ്റായ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ സമൂഹം എന്ത് ചെയ്യണം, അതിനെ എതിർക്കണം. പക്ഷെ അത് കുഴപ്പമില്ല. പുതിയൊരു കാര്യമാണെങ്കിൽ ഒരു മതം പിന്തുടരുക എന്നുള്ളത് അതൊരു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ആ ഒരു മതം ഒഴിവാക്കി എനിക്ക് മറ്റൊരു മതം പിന്തുടരണമെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കാതെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷെ നിങ്ങൾ അത് അനുവദിക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. അവർ ആ ഒരു മതം മാറിയത് കൊണ്ട് ഈ ലോകത്തിന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡോ സൃഷ്ടിക്കുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ എന്ത് ചെയ്യരുത്, നിയന്ത്രിക്കാൻ പോകരുത്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് പറയുന്നത്. അറ്റ് ലാസ്റ്റ് 16.5 കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എന്താണ് പറയുന്നത് നോക്കാം. ബെർലിൻസ് ഐഡിയാസ് ഓൺ ലിബർട്ടി. ബെർലിൻ ബിലീവ് ദാറ്റ് ലിബർട്ടി is not just one simple idea. There are at least two main types of liberty and many different ways to understand them. People argue about which types of most important in politics. സ്വാതന്ത്ര്യം ഒരു ലളിതമായ ആശയമല്ലെന്ന് ബെർലിൻ വിശ്വസിച്ചു. സ്വാതന്ത്ര്യത്തിന് കുറഞ്ഞത് 2 പ്രധാന തരങ്ങളെങ്കിലും ഉണ്ട്. അവ മനസ്സിലാക്കാൻ നിരവധി വ്യത്യസ്ത മാർഗങ്ങളും ഉണ്ട്. രാഷ്ട്രീയത്തിൽ ഏത് തരമാണ് ഏറ്റവും പ്രധാനമെന്നത് ആളുകൾ ഇപ്പോഴും തർക്കിക്കുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യം ഒരു ലളിതമായ ആശയമല്ല. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞത് 2 പ്രധാന വശങ്ങളുണ്ട്. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് ആണ്. ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആളുകൾ ഇപ്പോഴും തർക്കിക്കുന്നു. ആളുകൾക്ക് അവരുടെ സ്വാർത്ഥ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും തങ്ങൾക്ക് ഉപകാരമുള്ളതായാൽ മതി എന്നുള്ള ചിന്തയാണ്. അതെന്താണ് സമൂഹത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ഫ്രീ? എന്താണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. എ പേഴ്സൺ ഈസ് ഫ്രീ when nothing stops them from living their life as they choose. Barriers to freedom can include. അവൻ തിരഞ്ഞെടുക്കുന്നത് പോലെ ജീവിതം നയിക്കുന്നതിൽ നിന്ന് ഒന്നും തടയുമ്പോൾ ഒരു വ്യക്തി അവൻ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഒരാളും അവനെ തടയാതിരിക്കുമ്പോൾ ഒരു വ്യക്തി സ്വതന്ത്രനാണ് എന്ന് പറയാം. സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങളിൽ എന്ത് ചെയ്യാം, ഇവ കൂടി ഉൾപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോ ഒരു തടസ്സവും ഇല്ലാതെ ജീവിക്കുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നതിൽ ഇവകൾ ഉൾപ്പെടാം എന്ന് പറയുന്നത്. അതിൽ ഒന്നാണ് ലോസ് ആൻഡ് പണിഷ്മെന്റ്, ബാനിങ് സർട്ടൻ ബുക്സ് ഓർ ബിഹേവിയേഴ്സ്. നിയമങ്ങളും ശിക്ഷകളും, ചില പുസ്തകങ്ങളോ പെരുമാറ്റങ്ങളോ നിരോധിക്കുക എന്നുള്ള. ചില ആൾക്കാര് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തെ ഭരണഘടനയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പല ആൾക്കാരെയും എതിർത്തുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യും, നിയമങ്ങൾ മുഖേന ബാൻ ചെയ്യും. അത് ഭരണഘടനയെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ തന്റെ ഒരു സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഗവൺമെന്റിനെ കുറിച്ചാണ് ഒരു പുസ്തകം എഴുതുന്നതെങ്കിൽ ആ ഗവൺമെന്റ് എന്ത് ചെയ്യും, ആ പുസ്തകത്തെ ബാൻ ചെയ്യും. ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങളുണ്ട്. അതിലൊരു തടസ്സമാണിത്. അവരെന്ത് ചെയ്യും, സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യും, ആ ഒരു സ്വാതന്ത്ര്യം അവരെന്ത് ചെയ്യും, ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ പ്രഷർ, ട്രഡീഷൻസ് ദാറ്റ് പ്രിവെന്റ് പീപ്പിൾ ഫ്രം എക്സ്പ്രസിംഗ് ദംസെൽസ്. സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദം, ഉദാഹരണം ആളുകൾ സ്വയം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന പാരമ്പര്യ വിശ്വാസങ്ങൾ ആളുകളെ പുതിയൊരു രീതിയിലേക്ക് ജീവിക്കുന്നതിനെ എതിർക്കുന്നു. പുതിയ മാറ്റങ്ങൾ വരുന്നതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാരമ്പര്യ വിശ്വാസങ്ങൾ എതിർക്കുകയാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തെ പാരമ്പര്യ വിശ്വാസങ്ങൾ എതിർക്കുകയാണെന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് സപ്പോർട്ട്,
നോ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഓർ ഹെൽത്ത് കെയർ, പിന്തുണയുടെ അഭാവം, വിദ്യാഭ്യാസത്തിന് ആരോഗ്യ സംരക്ഷണത്തിനോ എന്തില്ല, ഒരു സപ്പോർട്ട് ഇല്ലാത്ത ജനത. ഇപ്പൊ ഒരു രാജ്യത്ത് തന്നെ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. ആ രാജ്യത്ത് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ അവർ ചെയ്യാത്തത്, കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിനൊരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ബാരിയേഴ്സും ഇങ്ങനെയുള്ള എന്താ പറയാ തടസ്സങ്ങളാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഹൗ ഗവൺമെന്റ് അഫക്ട്സ് ലിബർട്ടി, എങ്ങനെയാണ് ലിബർട്ടി സ്വാതന്ത്ര്യത്തെ ഗവൺമെന്റ് എഫക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ക്യാൻ പ്രൊട്ടക്ട് ഫ്രീഡം ബൈ മേക്കിംഗ് ലോസ് ദാറ്റ് കീപ് പീപ്പിൾ സേഫ്. ഫോർ എക്സാമ്പിൾ, ലോസ് against theft and violence people live without fear. For example, laws against theft and violence help people live without fear. ജനങ്ങളെ സുരക്ഷിതരാക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നതോടെ സർക്കാരുകൾ എന്ത് ചെയ്യാൻ പറ്റും? സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയും. ഗവൺമെന്റിന് സ്വാതന്ത്ര്യവുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മോഷണത്തിന് അക്രമത്തിന് എതിരായ നിയമങ്ങൾ ആളുകളെ ഭയമില്ലാതെ ജീവിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ഗവൺമെന്റ് ക്യാൻ ഓൾസോ ലിമിറ്റ് ഫ്രീഡം വെൻ ദ കൺട്രോൾ സ്പീച്ച് ഓർ ബിഹേവിയർ ടു മച്ച്. ഫോർ എക്സാമ്പിൾ, ബാനിങ് സർട്ടൻ ഒപ്പീനിയൻസ് ടു സ്റ്റോപ്പ് ഹേറ്റ് സ്പീച്ച് മേ ഓൾസോ റിഡ്യൂസ് ഫ്രീ സ്പീച്ച്. എന്നാൽ സംസാരമോ പെരുമാറ്റമോ അമിതമായിട്ട് നിയന്ത്രിക്കുമ്പോൾ സർക്കാരുകൾക്ക് സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താനും കഴിയും. സംസാരമോ പെരുമാറ്റം അമിതമാകുമ്പോൾ എന്ത് ചെയ്യും? സർക്കാരുകൾ അതിനെ നിയന്ത്രിക്കും. ഉദാഹരണത്തിന് വിദ്വേഷ പ്രസംഗം, സർക്കാരിനെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നിർത്താൻ ചില അഭിപ്രായങ്ങൾ നിരോധിക്കുന്നത് സംസാര സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യും? കുറച്ചേക്കാം. നിങ്ങളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ എല്ലാം എന്താണ് നിയമപരമായിട്ട് എന്താണ് സർക്കാർ എതിർക്കുന്നതിലൂടെ നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യമാണ് അവിടെ കുറയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൂടി ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ കോഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് കോഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ജാഗ്രത എന്നത് എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബിക്കോസ് ലോ ക്യാൻ ബോത്ത് ഹെൽപ്പ് and hurt freedom. Leaders should be careful. They should protect people without forcing their own beliefs on them. നിയമങ്ങൾ സ്വാതന്ത്ര്യത്തെ സഹായിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നതിനാൽ നേതാക്കൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സ്വന്തം വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാതെ ആളുകളെ സംരക്ഷിക്കാൻ സഹായിക്കണം എന്നാണ് പറയുന്നത്. നേതാക്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്വന്തം വിശ്വാസങ്ങൾ, സ്വന്തം പേഴ്സണലായിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാതെ അവരുടെ കാര്യങ്ങൾ കൂടെ പരിഗണിച്ച് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം ഹനിക്കാത്ത രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ആര് ശ്രദ്ധിക്കേണ്ടതുണ്ട്? ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നേതാക്കൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. സോ അവർ നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് വേണ്ടി കൂടിയും നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ ഫ്രീഡം എന്താണെന്നും ലിബർട്ടി എന്താണ്, ലിബർട്ടിയുടെ വശങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ ലിബർട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. സോ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ആൻഡ് ഫ്രീഡം ഫ്രം ദ ഇയർലി തിങ്കേഴ്സ്. ഓക്കെ, ഓൾസോ പ്രൊവൈഡ് ഡിഫറെന്റ് തിയററ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റ്സ് ഓൺ ലിബർട്ടി ആൻഡ് ഫ്രീഡം ആസ് എ പൊളിറ്റിക്കൽ വാല്യൂ. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞു. രാഷ്ട്രീയപരമായിട്ടുള്ള ലിബർട്ടിയും ഫ്രീഡത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആസ് എ ഡിബേറ്റ് ഓൺ ഫ്രീഡം ആൻഡ് ലിബർട്ടി, ഫ്രീഡം ലിബർട്ടിയെ കുറിച്ചുള്ള ഒരു ഡിബേറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറയും. കൂടുതലായിട്ട് ഫ്രീഡം എന്താണെന്ന് നോക്കുക, ലിബർട്ടിയുടെ തരങ്ങള്, ലിബർട്ടിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധ്യതകള്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ലിബർട്ടി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. Thank you for watching my video. See you in the next class.